ഹായ് ഫ്രണ്ട്സ്, തുടരും. എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടായ ഒരു പരാതിയായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചത്ര ലെവലിൽ ഈ സിനിമ എത്തിയില്ല എന്നത്. എന്നെ സംബന്ധിച്ച് എമ്പുരാൻ ഗംഭീര അനുഭവമായിരുന്നു. മോഹൻലാലിന്റെ സ്റ്റാർഡം നല്ല രീതിയിൽ ഉപയോഗിച്ച സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് ആയിരുന്നു, അതുകൊണ്ട് സ്റ്റാർഡം തന്നെയായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. മോഹൻലാൽ എന്ന നടനെ എമ്പുരാൻ അത്ര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തുടരും എന്ന സിനിമയിലേക്ക് എത്തുമ്പോൾ ലാൽ ഭാവങ്ങൾ മുഴുവനായും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒടിയന് വേണ്ടി ബൊട്ടോക്സ് പരീക്ഷണം നടത്തിയ മോഹൻലാലിന് ചില സിനിമകളിലെങ്കിലും അദ്ദേഹത്തിന്റെ ലാൽ ഭാവങ്ങൾ കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേര്, മലൈക്കോട്ടെ വാലിബൻ, ലൂസിഫർ, ഈ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഭാവങ്ങൾ മുഴുവനായി തിരിച്ചു വന്നത് തുടരും എന്ന സിനിമയിലാണ്. ഈ സിനിമയെ പറ്റി ഓൾറെഡി കുറേ അധികം അഭിപ്രായങ്ങൾ, പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ അധികം നീട്ടുന്നില്ല. ഒപ്പം ദൃശ്യം 2 തുടരും, ചുരുക്കത്തിൽ തുടരും എന്നുള്ള സിനിമയെക്കുറിച്ച് ഈ ഒരു ലിസ്റ്റ് വെച്ച് പറഞ്ഞാൽ മതി. 8 വയസ്സുകാരനും 80 വയസ്സുകാരനും കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ, യുവാക്കളും കുടുംബങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന മോഹൻലാൽ, ഈ ഒരു മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് തരുൺമൂർത്തി. മലയാളികളെ സംബന്ധിച്ച് 3 ഉത്സവങ്ങളാണുള്ളത്: ഓണം, വിഷു, മോഹൻലാലിന്റെ മികച്ച സിനിമ. ആദ്യത്തെ 2 ഉത്സവങ്ങളും വർഷാവർഷം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിലും മൂന്നാമത് പറഞ്ഞ ആ ഒരു ഉത്സവം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് മിസ്സിംഗ് ആണ്. അത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു വശത്ത് മോഹൻലാൽ ആടിത്തിമിർക്കുമ്പോൾ പുതുമുഖമായി വന്ന പ്രകാശ് വർമ്മ മോഹൻലാലിന് ആ ഒരു മുഖാമുഖം നിന്നുകൊണ്ടുള്ള ഒരു ഗംഭീര പെർഫോമൻസ് കൊടുത്തിരിക്കുകയാണ്. മലയാള സിനിമയിൽ അതിഗംഭീര വില്ലന്മാർ കുറേ പേരുണ്ട്. നരേന്ദ്രപ്രസാദ്, NF വർഗീസ്, സായ് കുമാർ, സിദ്ദിഖ്, രാജൻ പി ദേവ്, ആ ഒരു നിരയിലേക്ക് ഒറ്റ പെർഫോമൻസ് കൊണ്ട് നടന്നെടുത്തിരിക്കുകയാണ് പ്രകാശ് വർമ്മ. മറ്റുള്ളവരുടെ പെർഫോമൻസിനെ കുറിച്ചൊന്നും തൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം ജെയ്ക്സ് ബിജോയുടെ BGM. ലൂസിഫറിലും എമ്പുരാനിലും ദീപക് ദേവ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ജെയ്ക്സ് ബിജോയ് മോഹൻലാലിന് വേണ്ട രീതിയിലൊരു ഒരു ഗംഭീര BGM കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ് നീട്ടുന്നില്ല. മോഹൻലാൽ തുടരുന്നു, തുറന്നുകൊണ്ടേയിരിക്കും. 5 out of 5.